ഗായ്സ്, നമ്മളപ്പോൾ വീണ്ടും ബസ്കാന പാർക്കിൽ വന്നേക്കുവാണ്. നമ്മൾ ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. വേറെ നമുക്കിവിടെ അടുത്ത് പോകാൻ സ്ഥലങ്ങളൊന്നുമില്ല. നമ്മൾ അഗെയിൻ ഇവിടെ തന്നെ വരുവാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വന്നിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ. എനിക്ക് ഓടിക്കാനൊന്നും അറിയത്തില്ല. ഹബ്ബി അവിടെ ഓടിക്കുന്നു. അതിനകത്ത് കയറുമ്പോൾ എനിക്ക് മറ്റേ റൈഡിൽ കയറിയ ഒരു ഫീലാണ്. എന്ന് വെച്ചാൽ കാലും ചടിയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്, ഇരിക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെ കുറേ പൂക്കളൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പൂക്കളൊക്കെ ചെറിയ മരങ്ങളുമൊക്കെ കാണാനുണ്ട്. എനിക്ക് കാണിച്ചു തരാം. നീ പൊക്കോ, ഞാൻ നിൻ്റെ വീഡിയോ എടുക്കാം. മേളിൽ കൂടെ ഒരു ഫ്ലൈറ്റും പോകുന്നുണ്ട്, അതും കൂടി കാണിച്ചേക്കാം. നല്ല അടുത്ത് പോകുന്നുണ്ട്, നല്ല ഒച്ചയാണ്. പക്ഷെ ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിൽ നാട്ടിലെ സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല. ജസ്റ്റ് അറിയാം, നല്ലൊരു അങ്ങോട്ട് സെറ്റായി വരത്തില്ല. ഈ ഇലക്ട്രിക് സ്കൂട്ടറിനകത്ത് കയറാൻ ഇച്ചിരി ധൈര്യം വേണം. ആദ്യം തൊട്ട് അവസാനം വരെ ഞാനിങ്ങനെ ശ്വാസം പിടിച്ചിരിക്കും. പക്ഷെ എന്നെ എന്തായാലും കയറ്റും. രസമാണോ എന്ന് ചോദിച്ചാൽ രസമാണ്. അപ്പം ഞാൻ പോയി കയറിയിട്ടൊക്കെ വരാട്ടോ. ബായ്. പൊടി ഗൈസ്, ഈ ഫ്ലവർ കണ്ടോ, ഒരു പിങ്ക് കളറിലെ ഇതുപോലത്തെ ഒരു മരം നമ്മുടെ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിലായിട്ട് നിൽപ്പുണ്ട്, ബർഗർ കിങ്ങിൻ്റെ അവിടെയായിട്ട്. അതുപോലെ വെള്ളപ്പൂക്കളുള്ള മരങ്ങളും അവിടെ കുറേ നട്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പൂത്ത് നല്ല രസമാണ് കാണാൻ. അപ്പം നമ്മൾ എന്നും പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ടാണ്, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഈ ഒരു ഭാഗത്തോട്ട്. അപ്പോൾ നമ്മൾ അവിടെയായിരുന്നു പോയി നിന്നത്. എന്താ പറയുക, കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. വെള്ളമൊക്കെ കണ്ടോ, അത്ര ക്ലീൻ വാട്ടറൊന്നുമല്ല, എന്തൊക്കെയോ പൊടികളോ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പാർലമെൻറ്റ് കാണാൻ പറ്റും, കണ്ടോ. പിന്നെ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു, അതിലായിരുന്നു ഫുൾ കറക്കം. ഇവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ലേക്കിൻ്റെ സൈഡായതുകൊണ്ട് നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു തണുപ്പ് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം അവിടെ നിന്നു. ഫണ്ട് നല്ല സൂമിങ് കൊള്ളാം കേട്ടോ. വരുന്ന നമ്മൾ ഇതിൽ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ എനിക്കിത് പോകാൻ പറ്റത്തില്ല, നിന്ന് പോകാനേ പറ്റുള്ളൂ. ഓരോ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ടുണ്ടേ. ഈ ഫ്ലവറുണ്ട്. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡിലൊരു വലിയ മരങ്ങളെ നിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സ്കൂട്ടറിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ കാണാനില്ല, മിസ്സിങ് ആയില്ലേ. കാർ മതി എനിക്ക്, ബൈക്കിൽ എനിക്ക് പേടിയാ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഇതിനുള്ള ധൈര്യമൊന്നുമില്ല ഗായ്സ്. എനിക്ക് ബാലൻസ് കിട്ടാത്ത പോലെ തോന്നും. അതുമാത്രമല്ല, ഞാൻ പണ്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. സൈക്കിളിൽ നിന്ന് വീണ് നഖമൊക്കെ ഇളകിപ്പോയ ചരിത്രം വരെ ഉണ്ട്. സോ ഞാൻ അതോടെ പേടിച്ചതാണ്. ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാനില്ല. പക്ഷെ എനിക്ക് കാർ ഓടിക്കാൻ ഇഷ്ടമാണ്. കാർ പഠിക്കാൻ ആഗ്രഹമുണ്ട്. നാട്ടിൽ വെച്ച് പഠിച്ചായിരുന്നു. ഇവിടെ പക്ഷേ സൈഡ് വേറെയാണ് ഓടിക്കുന്നത്. അപ്പം അതൊന്ന് പഠിക്കണമെന്നുണ്ട്. കണ്ടോ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു തുളസിയുടെ ഡ്യൂപ്ലിക്കേറ്റാന്ന് പറയും. ഇച്ചിരി വലിയ ഇലയൊക്കെയാണ്. അതിൻ്റെ പൂവൊക്കെ കണ്ടോ, തുളസിയിലേക്കും ഇങ്ങനെ പൂവൊക്കെ അല്ലേ. എൻ്റെ ഭർത്താവ് പോയ വഴി പോയി കാണുന്നില്ലല്ലോ. കൊണ്ട് കണ്ടു കിട്ടി. വരുന്നില്ലേ? എനിക്കും മുല്ലപ്പൂ പോലെ ഉണ്ടല്ലേ കണ്ടിട്ട്.
ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല ഗൈസ്. ഇവിടെ ഇടയ്ക്ക് പാർക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മുല്ലപ്പൂവിനേക്കാളും കുറച്ചും കൂടെ നല്ല വലിപ്പമുണ്ട്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമ്മുടെ ബർഗർ കിങ്ങിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കുറേ മരങ്ങൾ ഇപ്പോൾ പൂത്തിപ്പുണ്ട്. ഇവിടെ പാർക്കിൽ വന്നപ്പോൾ ഇവിടെയും നിൽപ്പുണ്ട്. എനിക്ക് പേരറിയത്തില്ല, പക്ഷെ രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ ചെറി ബ്ലോസം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലവറില്ലേ, അതിൻ്റെ മരങ്ങളും ഈ പാർക്കിലും എല്ലായിടത്തൊന്നും ഇല്ല, ചില സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ അങ്ങനെ. പിന്നെ ചില വീടുകളുടെ ഫ്രണ്ടിലും അവരിങ്ങനെ നട്ട് വളർത്തിയ പോലെ കണ്ടിട്ടുണ്ട്. അധികം അങ്ങനെ കുറേ കാണാനില്ല, എവിടെയെങ്കിലുമൊക്കെ റെയറായിട്ട് കാണും. പക്ഷേ ഈ വൈറ്റ് ഫ്ലവറുള്ള മരം അത് കുറച്ച് ഞാൻ കാണുന്നുണ്ട്, കുറച്ചധികമായിട്ട്. പിന്നെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ പാർക്ക് ചെയ്തു. ഇങ്ങനെ പാർക്കിൽ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെയുള്ളവരൊക്കെ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആണ്, നമ്മളിപ്പോഴല്ല. നല്ല കാറ്റുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, കാറ്റൊക്കെ കൊണ്ട് പതിയെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അത്രയൊക്കെയുള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.